പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെങ്ങന്നൂരിനെ നടുക്കിയ കാരണവർ കൊലക്കേസിന്റെ നിഴലാട്ടമാണോ പുലിയൂരിൽ വീണ്ടും ദൃശ്യമാകുന്നത്? സ്വത്ത് തട്ടിയെടുക്കാൻ വയോധികനെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ മറവു ചെയ്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. പുലിയൂർ വാർഡ് 1 പടിഞ്ഞാറേപ്പറമ്പിൽ പുത്തൻ വീട്ടിൽ യേശുദാസിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാനാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർണായക ഉത്തരവ്. യേശുദാസിന് ഹോം നഴ്സ് നൽകിയ കേക്കാണ് ഇപ്പോൾ സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 20-നായിരുന്നു യേശുദാസിന്റെ അന്ത്യം. വീട്ടിൽ വെച്ച് ഹോം നഴ്സ് നൽകിയ കേക്ക് കഴിച്ചതിന് പിന്നാലെ യേശുദാസ് ബോധരഹിതനായി വീണുവെന്നും മിനിറ്റുകൾക്കകം മരണം സംഭവിച്ചുവെന്നാണ് മകളും മരുമകളും ആരോപിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെയും പോസ്റ്റ്മോർട്ടം നടത്താതെയും മൃതദേഹം തിരക്കിട്ട് സംസ്കരിച്ചത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. സ്വത്ത് തട്ടിയെടുക്കാൻ സഹോദരൻ ഗബ്രിയേൽ മാമൻ നടത്തിയ ആസൂത്രിത നീക്കമാണ് മരണത്തിന് പിന്നിലെന്ന് യേശുദാസിന്റെ മരുമകൾ ലീന ബിൻസ് പരാതിയിൽ പറയുന്നു. മറവിരോഗം ബാധിച്ച യേശുദാസിന്റെ അവസ്ഥയെ ചൂഷണം ചെയ്ത് ബാങ്ക് ബാലൻസും വസ്തുവകകളും സഹോദരൻ തന്റെ പേരിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം. തന്റെ സമ്പാദ്യം മുഴുവൻ കൊച്ചുമക്കൾക്ക് നൽകുമെന്ന് യേശുദാസ് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. എന്നാൽ ഇത് അട്ടിമറിച്ച് ഗബ്രിയേലും ഹോം നഴ്സും ചേർന്ന് ATM കാർഡുകളും മൊബൈൽ ഫോണുകളും കൈക്കലാക്കി. യേശുദാസിന്റെ ഏകമകൻ ബിൻസ് 2017 മരിച്ചതാണ്. നിയമപരമായ അവകാശികളായ മരുമകളെയും കൊച്ചുമക്കളെയും സംസ്കാര ദിവസം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായും പരാതിയിലുണ്ട്. അയൽവാസികളുടെ മൊഴികളും കുടുംബത്തിന്റെ പരാതിയും കണക്കിലെടുത്താണ് മൃതദേഹം പുറത്തെടുക്കാൻ RDO കോടതി ഉത്തരവിട്ടത്. ഏപ്രിൽ 21-ന് രാവിലെ 10:30-ന് പുലിയൂർ പള്ളി സെമിത്തേരിയിൽ കല്ലറ തുറക്കും. ചെങ്ങന്നൂർ തഹസിൽദാർ, 2 പോലീസ് സർജൻമാർ എന്നിവരുടെ മേൽനോട്ടത്തിലായിരിക്കും നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കും. പരിശോധനയിൽ വിഷാംശമോ മറ്റ് അസ്വാഭാവികതകളോ കണ്ടെത്തിയാൽ കേസ് കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കൊലപാതക പരമ്പരയുടെ ചുരുളടിക്കലായി മാറും. നീതിക്കായി തെരുവിലിറങ്ങിയ മകളും മരുമകളും പ്രതീക്ഷയിലാണ് കല്ലറയ്ക്കുള്ളിലെ സത്യമൊടുവിൽ പുറത്തുവരുമെന്ന്.